ഇതെന്ന് പറഞ്ഞാൽ 300 വാട്ട് DC ബക്ക് മോഡ്യൂളാണ്. ബക്ക് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടിൽ എത്രയാണോ കൊടുക്കുന്നത് അത്രയും വരാം. മാക്സ് തിയറട്ടിക്കലി നമുക്ക് ഔട്ട്പുട്ടിൽ വേരി ചെയ്തെടുക്കാൻ പറ്റും. അതായത് 40 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 35 വോൾട്ട് വരെ 1.25 to 35 വോൾട്ട് നമുക്ക് വേരി ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാം. മാക്സിമം 8 ആംപിയർ വരെ നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് വലിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിഥിയം അയോൺ ബാറ്ററി പാക്ക് 35 വോൾട്ട് വരെയുള്ള ലിഥിയം അയോൺ ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ്. കാരണം ഫിക്സഡ് വോൾട്ടേജാണ്, ഫിക്സഡ് കറണ്ടുമാണ്. വോൾട്ടേജും കറണ്ടും ഫിക്സ് ചെയ്യാൻ ഇവിടെ 2 പ്രീസെറ്റ് വെച്ചിട്ടുണ്ട്. മൾട്ടി ടേൺ പ്രീസെറ്റാണ്, വി അഡ്ജും ഐ അഡ്ജും. ഇത് വെച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എടുക്കുന്നത് ഇവിടെ നിന്നാണ്. റൈറ്റ് സൈഡിലുള്ളത് ഇൻപുട്ട് മൈനസും ഇൻപുട്ട് പ്ലസും, ലെഫ്റ്റ് സൈഡിലുള്ളത് ഔട്ട്പുട്ട് മൈനസ് ഔട്ട്പുട്ട് പ്ലസും. പിന്നെ നമുക്ക് ഇതിനകത്ത് സോൾഡറിങ് ഒന്നും ആവശ്യമില്ല. കാരണം വെച്ചാൽ അവർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇവർ നമുക്ക് സോക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് 8 ആംപിയർ വരെയാണ് മാക്സിമം വലിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് 10 ആംപിയറും വലിക്കാം. അതിനുവേണ്ടി ഈ ഹീറ്റ് സിങ്ക് മാറ്റേണ്ടി വരും. കാരണം വെച്ചാൽ ഈ ഹീറ്റ് സിങ്ക് പോരാതെ വരുന്നു, തൊട്ട് പഴുക്കും. അപ്പോൾ അതിനുവേണ്ടി ഹീറ്റ് സിങ്കിൻ്റെ ഇവിടെ എഡ്ജ് കണ്ട 2 സോൾഡറിങ് പോയിന്റ് ഇട്ടേക്കണം. അപ്പോൾ ഇതൊക്കെ ഡീസോൾഡർ ചെയ്ത് ഇതിൽ നിന്നും എടുത്തിട്ട് വലിയൊരു ഹീറ്റ് സിങ്ക് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ 10 ആംപിയർ വലിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. 8 ആംപിയറാണ് മാത്രം വലിച്ചാൽ മതി ഇതിൽ നിന്ന്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയത് കാരണം നമുക്കൊരു LED ഡ്രൈവറായിട്ടും ഇവനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇടയിൽ കണ്ട ഒരു LED കൊടുത്തിട്ടുണ്ട്. ഒരു ബൈ കളർ LED ആണ്, റെഡും ഗ്രീനും. അത് നോർമൽ ഓപ്പറേഷനിൽ അത് ഗ്രീൻ കളറായിരിക്കും കത്തുന്നത്. ഇനി നമ്മൾ പ്രീഫിക്സ് ചെയ്തേക്കുന്ന കറണ്ടിനേക്കാൾ കൂടുതൽ കറണ്ട് ലോഡ് വലിക്കുകയാണെങ്കിൽ ഇവർ റെഡായിട്ട് കത്തും. അപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ആംപിയർ ആണെങ്കിൽ 5 ആംപിയർ അവൻ ഡെലിവറി ഉള്ളൂ. നമ്മൾ 6 ആംപിയർ വലിച്ചാലും 5 ആംപിയർ ലോഡിലോട്ട് പോകുള്ളൂ. പക്ഷേ LED റെഡ് കളറിൽ കത്തിക്കിടക്കും. അപ്പോൾ നമുക്കറിയാം ലോഡ് കൂടുതൽ കറണ്ട് വലിക്കുകയാണെന്ന്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കില്ല, അവിടെ പൊളാരിറ്റി പ്രൊട്ടക്ഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് പ്ലസും മൈനസും മാറിപ്പോയാൽ ഈ യൂണിറ്റ് അടിച്ചു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 12 വോൾട്ട് പവർ സപ്ലൈ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ലൈറ്റ് LED കത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് വർക്കിംഗ് ലോഡൊന്നും അധികം വലിക്കുന്നില്ല, നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഇവിടെ നമ്മൾ 12.2 വോൾട്ടേജാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജും കൂടെ മെഷർ ചെയ്ത് തരാം. ഇതിനകത്ത് ഔട്ട്പുട്ട് 9.41 വോൾട്ടേജാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കറണ്ട് മെഷറിങ്ങിന് വേണ്ടി ഞാനൊരു അമ്മീറ്റർ കണക്ട് ചെയ്യണം. അപ്പം നോർമലി അമ്മീറ്റർ കണക്ട് ചെയ്യണം എങ്ങനെയാണ്? സീരീസ് ഔട്ട്പുട്ടിൻ്റെ സീരീസ് ആയിട്ടാണ്. അത് വോൾട്ടേജ് മെഷർ ചെയ്യണം എപ്പോഴും പാരലായിട്ടും, കറണ്ട് മെഷർ ചെയ്യണം സീരീസ് ആയിട്ടാണ്. അത് ഔട്ട്പുട്ട് ലൈനിൽ സീരീസ് ആയിട്ട് ഞാനിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മൾട്ടിമീറ്റർ ഞാൻ ഔട്ട്പുട്ട് ലൈനിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് 9.3 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. കറണ്ട് കണ്ടോ 0.1 കാണിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ അമ്മീറ്റർ കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 0.1 കാണിക്കുന്നത്. ഇനി ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജിനെ 9 വോൾട്ട് ആക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വി അഡ്ജ് എന്ന് പറഞ്ഞ പൊട്ടൻഷ്യോമീറ്റർ ടേൺ ചെയ്യാണ്. ഇതൊരു മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്റർ ആയതുകൊണ്ട് കുറേ നേരം കറക്കേണ്ടി വരും ചിലപ്പം ഇതിനെ ഒന്ന് ഇതിലോട്ട് മാറ്റാൻ വേണ്ടി. പക്ഷേ പ്രിസിഷനായിട്ട് നമുക്ക് 9 വോൾട്ട് തന്നെ ആക്കാൻ പറ്റും. അതാണ് ഈ മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു പ്രത്യേകത. ഞാനിത് 9.02 ഒന്നുമല്ല, 9.0 വോൾട്ട് തന്നെയാണ് ആക്കാൻ പോകുന്നത്. ഇപ്പം കണ്ട 9.02 വോൾട്ടേജായി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഔട്ട്പുട്ട് ലൈൻ ഷോർട്ട് ചെയ്യാൻ പോവുകയാണേ. ഔട്ട്പുട്ട് ലൈൻ നോക്കിക്കോ, അതായത് അമ്മീറ്റർ സീരിയൽസ് ആയിട്ട് കൊടുത്തേക്കല്ല, അതിനെ ഞാൻ ഷോർട്ട് ചെയ്യുന്നു. അപ്പം കണ്ട കാണിക്കണം ആംബിയർ എത്രയെന്ന് കണ്ടോ, 2.4 ആംബിയറാണ് കാണിക്കുന്നത്. കാരണം ഇപ്പം ഈ ഈ മോഡ്യൂളിൽ 2 ആംബിയറിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ആംബിയർ ഷോർട്ട് സർക്യൂട്ട് ചെയ്തപ്പോൾ അവിടെ റെഡ് LED കത്തി. ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളെ ഫിക്സ് ചെയ്യാൻ പോവാണ് ഔട്ട്പുട്ടിൽ മാക്സിമം ഡെലിവറി ചെയ്യുന്ന ആംബിയർ എത്രയെന്ന്. ഇത് കണ്ടോ 2.4 ആയി, 2.6 ആയി, 2.7 ആയി, ഇങ്ങനെ കൂടി നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും എത്ര ആംബിയറെ ഈ ഔട്ട്പുട്ട് ലോഡിലോട്ട് കൊടുക്കാവൂ. ഞാനിപ്പോൾ 3 ആംബിയറായിട്ട് ഫിക്സ് ചെയ്തു. വേണമെങ്കിൽ 5 ആംബിയറിലോട്ട് മാറ്റാം, വേണ്ട 3 ആംബിയർ തന്നെ കിടക്കട്ടെ. ഇതൊരു സൂപ്പർ സാധനമല്ലേ, കാരണം ഈ മോഡ്യൂൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉള്ള മോഡ്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ബെഞ്ച് പവർ സപ്ലൈയിൽ യൂസ് ചെയ്യാൻ പറ്റും, മാക്സിമം 8 ആംബിയർ ഡെലിവർ ചെയ്യുന്ന വിധത്തിൽ. ഇനി ഞാൻ ഇതിൻ്റെ ആംബിയർ 1 ആംബിയറിൽ ഫിക്സ് ചെയ്യാൻ പോവേണേ. ഞാനിത് 1 ആംബിയറിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഒരു 12 വോൾട്ട് 20 വാട്ടിൻ്റെ LED ബൾബ് ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ പോവേണേ. കാരണം എന്ത് വന്നാലും 1 ആംബിയർ ഒന്നും ഇത് എടുക്കില്ല, കാരണം 9 വോൾട്ടിലാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം എന്ത് വന്നാലും ഔട്ട്പുട്ട് ആംബിയർ കുറവായിരിക്കും.
അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഗ്രീൻ LED തന്നെയാണ് കത്തുന്നത്, LED കത്തുന്നുണ്ട്. ഇത് വലിക്കുന്ന കറണ്ട് എന്ന് വെച്ചാൽ 0.4 ആംപിയർ മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ 400 മില്ലി ആംപിയർ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഫിക്സ് ചെയ്തേക്കണം 1 ആംപിയറിലാണ്. അപ്പോൾ 400 മില്ലി ആംപിയർ മാത്രമേ ഇത് വലിക്കുന്നുള്ളൂ. കാരണം 9 വോൾട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് ആംപിയർ 0.2 ആംപിയറിൽ, അതായത് 200 മില്ലി ആംപിയർ ആയിട്ട് ഫിക്സ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് 0.2 ആംപിയർ ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം 200 മില്ലി ആംപിയർ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ 200 മില്ലി ആംപിയർ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെയും LED കണക്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഔട്ട്പുട്ട് കറണ്ട് 200 മില്ലി ആംപിയർ ഫിക്സ് ആയി. കാരണം ലോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ റെഡ് LED കത്തയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്തേക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ലോഡിലോട്ട് ഫ്ലോ ചെയ്യുന്നതാണ് എൻ്റെ മീനിങ്. പക്ഷേ ഔട്ട്പുട്ട് 200 മില്ലി ആംപിയറേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ ആംപിയർ അഡ്ജസ്റ്റ് ചെയ്ത് 300 മില്ലി ആംപിയർ ആക്കാം. അപ്പോഴും ഇത് റെഡ് കളറിൽ തന്നെയാണ് കത്തുന്നത്. ഇപ്പം 300 മില്ലി ആംപിയർ LED പോകുന്നുണ്ട്. കാരണം അപ്പോഴും ലോഡ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ, ഇത് മറ്റേത് 400 മില്ലി ആംപിയറാണ് എടുക്കുന്നത്. പക്ഷേ 300 മില്ലി ആംപിയറിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ 400 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 600 മില്ലി ആംപിയറിൽ ഫിക്സ് ചെയ്യാം. അപ്പം നോക്കിക്കോ, ഇത് കണ്ട ഗ്രീൻ കളർ LED ആയി. ഔട്ട്പുട്ട് മാക്സിമം വലിക്കുന്നത് 400 മില്ലി ആംപിയർ. ഇപ്പോൾ സേഫാണ്. ഞാൻ 100 വാട്ടിൻ്റെ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് LED. അപ്പോൾ അതിനകത്തുള്ള ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററി പാക്ക് 20 ആംപിയറിൻ്റെ, അതിനെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഈ മോഡ്യൂളാണ്. ഇൻപുട്ടിൽ ഒരു 10 ആംപിയറിൻ്റെ ഡയോഡ് കൊടുക്കണേ, പൊളാരിറ്റി പ്രൊട്ടക്ഷന്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.